നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം കൊണ്ട് അടയുണ്ടാക്കും. എന്നിട്ട് നമ്മളൊരു അടയുണ്ടാക്കും. അപ്പോൾ ആ അടയിൽ പൊതിയണ ഒരു ഇലയാണ്. സാധാരണ ആളുകളൊക്കെ അതില്ലാത്ത സ്ഥലങ്ങളിൽ വാഴയുടെ ഇല, കൊക്കയുടെ ഇല, അങ്ങനെ പല ഇല വെച്ച് പൊതിയും. പക്ഷേ ഇടനില എന്ന് പറഞ്ഞ ഒരു ഇലയുണ്ട്. ആ ഇല എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ സ്പൈസസിലൊക്കെ ഒത്തിരിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണത്. സ്പൈസസ് നമ്മൾ എന്നാ പറയുക, സ്പൈസസ് ഷോപ്പിൽ നിന്ന് മസാലകൾ ചേർക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ സാധനം കിട്ടും. കാശ് കൊടുത്ത് നമ്മൾ മേടിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഈ പറമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പം അത് പറിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒത്തിരി ആൾക്കാർ ഇതൊക്കെ നമ്മുടെ ഇടുക്കിയിൽ എല്ലായിടത്തും തന്നെ ഉണ്ട് സംഭവങ്ങൾ ഇഷ്ടംപോലെ. നമ്മളിന്നത് പറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ കാടാണ് മൊത്തം. ഉണ്ട്. നല്ല സ്മെല്ലാണ് സാധനത്തിന്. ഇവിടെ അവിടെ ഒരു മരത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. അതെ, ഇവിടെ ഉണ്ട് കണ്ടോ. ഇതാണ് ആ സാധനം. നല്ല ഇലയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇടനില. ഇതിപ്പോൾ പറഞ്ഞാൽ ഞാൻ പറിച്ചിട്ടതേ ഇത് പറിക്കണം ജസ്റ്റ് ഒന്ന്. ഇതിങ്ങനെ നല്ല മണമാണ്. ഇതിനകത്ത് വെച്ച് ചക്കപ്പഴം കൊണ്ട് നമ്മൾ അട ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ, ശരിക്കും ഒറിജിനൽ ഈ ഇടനയുടെ ഇലയിൽ വെച്ച് ചക്കപ്പഴം ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുള്ളൂ. കൊക്കയുടെ ഇലയിൽ വെച്ച് വാഴയിൽ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിനകത്ത് വെച്ച് തന്നെ ഉണ്ടാക്കണം. ഈ ഇല ഉണങ്ങിയിട്ടാട്ടോ. അതെ, കാണിച്ചു തരാവേ. നോക്കിയോ, ഈ ഇല ഉണങ്ങി ഇട്ടാണ് നമ്മൾ സ്പൈസസ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടണേ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇവിടെ നമ്മുടെ ഇടുക്കിയിൽ ഒത്തിരി സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ സാധനം ഇഷ്ടംപോലെ ഉണ്ട്. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ചുമ്മാ ഉണക്കി വീട്ടിൽ കൊണ്ടുവച്ചാലുണ്ടല്ലോ നല്ല സ്മെല്ലത്. അടിപൊളി സാധനമാണ്. ഉണ്ടാക്കാന്നിരിക്കട്ടെ, നമ്മളെ വീട്ടിലുണ്ടാക്കിയാലും നമ്മുടെ പെരക്കാത്തിരുന്നുണ്ടാക്കിയാലും അതിന്റെ മണം ഉണ്ടല്ലോ, ഒരു 2-3 വീട് അപ്പുറം വരെ കിട്ടും. അത്രയ്ക്ക് ഉഗ്രൻ മണം അതിന്റെ. ആണോ കുഞ്ഞിനി? അതെന്നാ കുഞ്ഞിനി? ഏടനയില ഉണ്ടോ? ഇല ഉണ്ടോ? നല്ല സെറ്റായിട്ട് ചെറിയ കൊക്കയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഈ ഒരു ടേസ്റ്റും മണവും കിട്ടില്ല നമ്മളെ ഈ പറഞ്ഞ കൊക്കയിലും വാഴയിലൊക്കെ വെച്ചുണ്ടാക്കുക. ഇതിന് ചക്കട ഉണ്ടാക്കാൻ ഈ ഇല തന്നെ വേണം. ഇത് നല്ല കൂമ്പലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ഉണ്ടോ? അതെ, കുഞ്ഞുണ്ണിക്ക് എന്താ പറയാനെന്ന് പറഞ്ഞു. അയ്യോ വീട്ടിലെ എന്നാ ഉണ്ടാവോ? അതാണ്. കറണ്ട് അടിക്കുന്ന ടവർ കേട്ടോ. അത് എല്ലാം ടവറുണ്ട്. കറണ്ട് അടിക്കും.